നമ്മളൊക്കെ ജീവിതത്തിൽ ലക്ഷ്യത്തെക്കുറിച്ച് വ്യത്യസ്ത അഭിപ്രായം സൂക്ഷിക്കുന്നവരായിരിക്കുമെന്ന് നേരത്തെ പറഞ്ഞു. പക്ഷേ ദുഃഖനിവൃത്തി എന്നുള്ളത് എല്ലാവരും ആഗ്രഹിക്കില്ലേ? ജീവിതത്തിൽ സമ്പൂർണമായ ദുഃഖനിവൃത്തി ഉണ്ടാവണം എന്നുള്ളതിനെ ആരാഗ്രഹിക്കാതിരിക്കും? അവിടെ മതത്തിൻ്റെയോ അവിടെ രാഷ്ട്രത്തിൻ്റെയോ വ്യത്യാസമില്ല. സമസ്ത മാനവരും ദുഃഖനിവൃത്തി ആഗ്രഹിക്കുന്നുണ്ട്. സമസ്ത ജന്തുക്കളും ദുഃഖനിവൃത്തി ആഗ്രഹിക്കുന്നുണ്ട്. എങ്കിൽ ദുഃഖനിവൃത്തി എങ്ങനെയാ നമുക്ക് സാധിക്കുക? ഏതെങ്കിലും സുഖ സാഹചര്യത്തിൽ പോയാൽ ദുഃഖനിവൃത്തി ഉണ്ടാവുമോ? ഉണ്ടാവില്ല. സ്വർഗത്ത് പോയാൽ ദുഃഖനിവൃത്തി ഉണ്ടാവുമോ? ചിലർക്ക് തോന്നും ഉണ്ടാവുമെന്ന്. ഇല്ല, കുറച്ചു കാലത്തേക്കേ ഉണ്ടാവുള്ളൂ. സ്വർഗത്ത് നിന്ന് തിരികെ പോരുമ്പോ അധികം പ്രയാസമായിട്ടാണ് ഉണ്ടാവുക. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി എന്ന് ഭഗവാൻ വ്യക്തമായി ഗീതയിൽ പറഞ്ഞു തരും. സ്വർഗത്തിൽ പോയി പുണ്യം കൊണ്ടു നിൽക്കുക. പുണ്യം ക്ഷയിച്ചാൽ പുണ്യം ഇങ്ങോട്ടാണ് തിരിച്ചു പോരണം. അപ്പൊ ഇവിടെ പണ്ടത്തെ സുഖം തോന്നുമോ? ഇടക്കാലത്ത് കുറച്ച് അവിടെ അങ്ങ് അനുഭവിച്ചു പോയില്ലേ? ചിന്തിക്കുക. അവിടുത്തെ തേനും പാലും ഉറുമ്പ് കടിയും ഈ അടിയിലൂടെ നീരൊഴുക്കും പച്ചപ്പും എല്ലാം അങ്ങനെ സുഖമായി അനുഭവിച്ചിട്ട് തിരിച്ച് വീണ്ടും നമ്മുടെ ഈ ഊഷരമായ വിശിഷ്യ മതങ്ങൾ ഊഷരമാക്കിയ ഈ ഭൂമിയിൽ വന്നു കഴിഞ്ഞാൽ വല്ല സുഖം ഉണ്ടാവുമോ? ചിന്തിക്കുക. അതുകൊണ്ട് ദുഃഖനിവൃത്തിക്ക് സ്വർഗപ്രാപ്തി അല്ല മാർഗം. പിന്നെന്താ മാർഗം? ദുഃഖത്തിന്റെ കാരണം എന്താണോ അത് മനസ്സിലാക്കി അതിനെ നീക്കാൻ കഴിയണം. എങ്കിൽ എങ്ങനെയാണ് ദുഃഖം ആരംഭിക്കുന്നത്? അടിസ്ഥാനമായി ദുഃഖ കാരണം എന്താണ്? ആ ദുഃഖ കാരണത്തെ നീക്കാൻ സാധിക്കണം. എങ്കിൽ നമ്മുടെ ആചാര്യന്മാർ പറഞ്ഞു തരും, ദുഃഖത്തിന്റെ അടിസ്ഥാന കാരണം അനിത്യമായതിലുള്ള നിത്യഭ്രമമാണ്. അനിത്യമായതിലുള്ള നിത്യഭ്രമമാണ് ദുഃഖത്തിന്റെ കാരണം. സംശയമില്ല. എങ്കിൽ ദുഃഖത്തിന്റെ ആത്യന്തികമായ നിവൃത്തി എന്ന് പറഞ്ഞാൽ അതിനൊറ്റ വഴിയേ ഉള്ളൂ. രണ്ട് വഴിയില്ല. അതെന്താണ്? നിത്യം എന്തെന്നറിയണം. എന്താണ് സത്യം എന്നത് സാക്ഷാത്കരിക്കണം. ശ്രദ്ധിക്കുക. അതുകൊണ്ട് വേദത്തിൽ ഋഷി പറഞ്ഞു, യഥാ ചർമ്മവദാകാശം വേഷ്ടയിഷ്യന്തി മാനവാഹ തദാ ദേവമവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യതി. എപ്പോഴാണോ മനുഷ്യൻ, യഥാ മാനവാഹ മനുഷ്യന്മാർ, ചർമ്മവത് ആകാശം വേഷ്ടയിഷ്യന്തി, ചർമ്മവത് മൃഗത്തോല് പോലെ, ആകാശം വേഷ്ടയിഷ്യന്തി ആകാശത്തെ ചുരുട്ടി മടക്കി കൂട്ടണത് സാധിക്കോ? സാധ്യമല്ല. ആകാശം സുസൂക്ഷ്മമാണ്, സർവവ്യാപിയാണ്. സുസൂക്ഷ്മവും സർവവ്യാപിയുമായ ആകാശത്തെ ചുരുട്ടി മടക്കാൻ സാധ്യമല്ല. ഇതറിയുന്ന ഋഷി പറയാണ്, എന്നാണോ ചുരുട്ടി മടക്കി കൂട്ടണത് തഥാ അപ്പോൾ ദേവം അവിജ്ഞായ, ദേവനെ അറിയാതെ, ദേവനെ സാക്ഷാത്കരിക്കാതെ, ദേവൻ എന്ന് പറഞ്ഞാൽ ദ്യോതിപ്പിക്കുന്നവെന്നർത്ഥം, പ്രകാശിപ്പിക്കുന്നവെന്നർത്ഥം. സകല പ്രപഞ്ച പ്രതിഭാസങ്ങളെയും പ്രകാശിപ്പിക്കുന്നതാരോ, നിന്നെ നീയായും എന്നെ ഞാനായും നിലനിർത്തുന്നതാരോ, സർവത്തിൻ്റെയും ഉണ്മ യാതൊന്നിനാലാണോ, ആ ദ്യോതിപ്പിക്കുന്ന ചൈതന്യത്തെയാണ് നമ്മൾ ദേവശബ്ദം കൊണ്ട് പറയുക. ഈ നിത്യമായ സത്യത്തെ സാക്ഷാത്കരിക്കാതെ ദേവം അവിജ്ഞായ ദുഃഖസ്യാന്തോ ഭവിഷ്യത്തി, ദേവനെ അറിയാണ്ട് ദുഃഖം നീങ്ങിക്കോളും. എപ്പോഴാണോ മനുഷ്യൻ ആകാശത്തെ മൃഗത്തോല് പോലെ ചുരുട്ടി മടക്കുന്നത് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിത്യമായ സത്യത്തെ അറിയാതെ ദുഃഖം നീങ്ങില്ല. അപ്പോൾ ദുഃഖനിവൃത്തിയാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ ആണെന്നുള്ളതിൽ സംശയമില്ല. അതിനുള്ള മാർഗം നിത്യമായ സത്യത്തെ, ഈശ്വരത്വത്തെ സാക്ഷാത്കരിക്കുക എന്നുള്ളതാണ്.